ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ സ്കെയിൽ മോഡലാണ്. മക്ഡൊണാൾഡ്സ് ഡഗ്ലസ് F-15C എന്ന് പറയുന്നൊരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റിൻ്റെ മോഡലാണിത്. ഇതൊരു റെഡിമെയ്ഡ് സ്കെയിൽ മോഡലല്ല, ഇത് ടാമിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്കെയിൽ മോഡൽ കിറ്റ് ഉപയോഗിച്ച് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതുപോലുള്ള സെപ്പറേറ്റ് സ്റ്റെൻസിൽസിലാണ് നമുക്ക് ബോഡി പാർട്സ് വരുന്നത്. അത് നമ്മൾ അസംബിൾ ചെയ്ത് പിന്നീട് അത് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഇതുപോലൊരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാനിതിൻ്റെ ഫുൾ മേക്കിംഗ് കാണിക്കുന്നതായിരിക്കും. അതായത് അസംബിളിങ്, പെയിൻറ്റിങ്, ഡീക്കാൽസ്. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ബിൽഡിന് വളരെ ബേസിക്കായി വേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പെയിൻറ്റുകൾ. ഇത് ടാമിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അക്രിലിക് പെയിൻറ്റ്സ് ആണ്. ഇത് തിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന തിന്നറാണിത്. അതുപോലെ തന്നെ ഒരു സ്കെയിൽ മോഡൽ ബിൽഡർക്ക് വളരെ അത്യാവശ്യമായി കയ്യിൽ വേണ്ട ഒരു സാധനമാണ് ഈ എയർ ബ്രഷ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സിമെൻറ്റ്, അതായത് ഗ്ലൂ. ഇത് വളരെ തിന്നായിട്ടുള്ളതും ഇത് വളരെ തിക്കായിട്ടുള്ളതുമാണ്. അപ്പോൾ പർപ്പസ് അനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കും. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പാനൽ ലൈനർ. പാനൽ ലൈനർ എന്താണെന്നും അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് പ്രിസിഷൻ ബ്ലേഡ്. എന്തായാലും ഞാനിനി വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ പേര് കാർത്തിക്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ കിറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സ്റ്റെൻസിൽസ് ആണിത്. ഒരു കിറ്റിൽ എങ്ങനെ പോയാലും ഒരു 5 to 10 സെറ്റ്സ് ഓഫ് സ്റ്റെൻസിൽസ് ഉണ്ടാവും. ഇതാണ് മാനുവൽ. ഈ മാനുവലിൽ ഡീക്കാൽസിനെ പറ്റിയും ബോഡി ബിൽഡിങ് അതുപോലെ തന്നെ പെയിൻറ്റിങ്, ഈ 3 കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഏതൊരു എയർപ്ലെയിൻ ബിൽഡാണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് മേക്ക് എന്ന് പറയുന്നത് അതിൻ്റെ കോക്പിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് സ്റ്റെൻസിൽ. നമുക്ക് ആദ്യമേ ഇതൊന്ന് പ്രൈം ചെയ്തെടുക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ എയർ ബ്രഷ് ഉപയോഗിച്ചാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. പെയിൻറ്റ് ടു തിന്നർ റേഷ്യോ എന്ന് പറയുന്നത് ഞാൻ മിക്കപ്പോഴും 1:1 ആണ് എടുക്കുക. 1:1 എടുത്തു കഴിഞ്ഞാൽ ടാമിയ പെയിൻറ്റ്സ് പെർഫെക്റ്റ് ആണ്. നമ്മൾ ഇന്നർ പാനൽസ് എല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഏവിയോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം നമുക്കൊരു ജെറ്റ് ബ്ലാക്ക് വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇന്നർ പാനൽസിൽ ഞാനൊരു ബ്ലാക്ക് വാഷും കൂടെ കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഫ്രെയിംസും പിന്നെ വയർ ലൈൻസ് എല്ലാം നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇനി നമുക്കിതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഫിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം വൺസ് നമ്മൾ ഗ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഈ സിമെൻറ്റ് ഈ 2 ജോയിൻറ്റ്സ് തമ്മിൽ മെൽറ്റ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യിക്കുന്നത്. ഇതാണ് കോക്പിറ്റിനുള്ളിലെ ഡീക്കാൽസ്. ഇതെല്ലാം ഇലക്ട്രോണിക് പാനൽസിൻ്റെ ആണ്. ജസ്റ്റ് ഒരു 30 to 60 സെക്കൻഡ്സ് സോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഓക്കെ ആവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡീക്കാൽസ് വളരെ ഫ്രജൈലാണ്, അത് പെട്ടെന്ന് കീറിപ്പോവും. നമ്മൾ ഡീക്കാൽസ് ഒട്ടിച്ചതിന് ശേഷം അവിടെ കുറച്ച് എക്സസ് വെള്ളം കിടപ്പുണ്ടാവും. അത് ഒരു കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കോക്പിറ്റിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് എൻജിൻ ഇൻലെറ്റ് ബിൽഡിങ്ങിലേക്ക് കിടക്കാം. ഈ ബിൽഡിൽ 2 കോൺഫിഗറേഷൻസ് മാനുവൽ അനുസരിച്ചുണ്ട്. നമ്മൾ ഇൻലെറ്റ് ഓപ്പൺ എന്നുള്ള കോൺഫിഗറേഷനിലാണ് മേക്ക് ചെയ്യുന്നത്.
ഇതാണ് എൻജിൻ്റെ എയർ ഇൻടേക്ക് സെക്ഷനിലുള്ള ടർബൻസ്. ഇതൊന്ന് നല്ല രീതിയിൽ മാസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ടർബൻസ് മാത്രം ഒരു മെറ്റൽ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇവിടെ ഫ്യൂസ്ലാജിൻ്റെ ലോവർ ഹാഫ് ഞാൻ സ്റ്റെൻസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ടർബൻസ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നോ സെക്ഷനിൽ വരുന്ന റഡാർ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അത് നമുക്ക് നോ സെക്ഷനിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫ്യൂസ്ലാജിൻ്റെ ടോപ്പ് പോർഷൻ. ഈ ടോപ്പും ബോട്ടവും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ ഫിക്സ് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ഗ്ലൂ ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്സ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ടേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടേപ്പിംഗ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഗ്യാപ്സ് ഒഴിവാക്കാനായിട്ട്. ഇതാണ് വിങ്സ് വരുന്നത്. വിങ്സിൻ്റെ ബിൽഡ് വളരെ എളുപ്പമാണ്. കാരണം ആകെ 2 പീസ് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വിങ്സ് റെഡിയാണ്. അപ്പോൾ നമുക്ക് വിങ്സും വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസേഴ്സും ജസ്റ്റ് ഒന്ന് ഫിറ്റ് നോക്കാം. ഓക്കെ, ഇത് ഞാൻ അത് ഗ്ലൂ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാനിപ്പോൾ വെർട്ടിക്കൽ സ്റ്റെബിലൈസേഴ്സ് കണക്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മളിത് മേക്കിങ്ങിൻ്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴും അവിടെ ഇവിടെയും തട്ടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രൈമറി ബോഡി ബിൽഡിംഗ് നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. റിയർ ഗിയറിൻ്റെ ഹൗസിങ് പെയിൻറ്റ് ചെയ്തെടുക്കാം. സോ ഏതൊരു ഫൈറ്റർ എയർക്രാഫ്റ്റ്സിൻ്റെയും ഔട്ട്സൈഡ് ബോഡി നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് 4 ലെയേഴ്സ് ആയിട്ടായിരിക്കും. അതിലാദ്യമേ നമ്മൾ ചെയ്യുന്നത് പാനൽ ലൈൻസ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അതായത് പാനൽ ലൈൻസ് കൊടുത്തതിന് ശേഷം ആ ഒരു പെയിൻറ്റ് ഫുൾ കവർ ചെയ്ത് അടിച്ചു കൊടുക്കുന്നു. ഏകദേശം 1:1 റേഷ്യോയിൽ തന്നെ നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാം. പക്ഷേ വളരെ പ്രഷർ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം അത് ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലുള്ള ലുക്ക്. എല്ലായിടത്തും പാനൽ ലൈൻസ് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയാണ് തേർഡ് സ്റ്റെപ്പ്. ഇതിനെ മാർബിളിംഗ് എന്ന് പറയും. അതായത് ബേസിക്കലി എയർ ബ്രഷ് ഉപയോഗിച്ച് സ്പോട്ട്സ് വരുത്തി ഓരോ ഏരിയാസും കവർ ചെയ്യുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ഓരോ പാനൽസും സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ സെപ്പറേറ്റായി പെയിൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇടയിലുള്ള പാനൽ ലൈൻസ് കാണാൻ സാധിക്കുള്ളൂ. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 4. മാർബിളിങ്ങിന് ശേഷം പെയിൻറ്റ് ഓവറോൾ കവർ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പാനൽസ് സെപ്പറേറ്റ് ചെയ്താണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ 4 സ്റ്റെപ്സ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഒറിജിനൽ ഫൈറ്റർ ജെറ്റിൽ കാണുന്ന പോലുള്ള പെയിൻറ്റ് ടെക്സ്ചർ ഫീൽ ചെയ്യത്തുള്ളൂ. പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തിട്ടുള്ള 4 സ്റ്റെപ്സിൻ്റെയും ഇമ്പോർട്ടൻസ്. നമ്മൾ ആ 4 സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാലുള്ള ഔട്ട്കം ആണ് ഈ കാണുന്നത്. അതുപോലെ പെയിൻറ്റിങ്ങിന് ശേഷമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഒരു വാർണിഷ് അടിച്ച് അതൊന്ന് സേഫ് ആക്കുക എന്നുള്ളത്. ഇതാണ് ഞാൻ ഉപയോഗിച്ച ക്യാമഫ്ലാഷിൻ്റെ റെഫറൻസ്. ഇത് ജസ്റ്റ് ഒരു പ്രിൻറ്റിങ് പേപ്പറിൽ കട്ട് ചെയ്ത് സ്റ്റെൻസിലാക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
F-15Cക്ക് വിങ്സിലും ഫ്യൂസ്ലാജിലും വെർട്ടിക്കൽ സ്റ്റെബിലൈസേഴ്സിലും മാത്രമേ ക്യാമഫ്ലാഷ് വരുന്നുള്ളൂ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമഫ്ലാഷ് അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ലിവറി അനുസരിച്ചാണ്. ലോകത്ത് ഇസ്രായേൽ, ജപ്പാൻ, സൗദി അറേബ്യ, ഖത്തർ ഇതുപോലുള്ള രാജ്യങ്ങൾ ഈ ഫൈറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പല രാജ്യങ്ങളും നിലവിലും ഈ ഒരു എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് പോകുന്നു. ഏകദേശം 40 വർഷത്തോളമായി ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട്. ബട്ട് സ്റ്റിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റേഴ്സ് ആയിട്ടാണ് ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ഈ പെയിൻറ്റിങ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു എൻജിൻ നോസിലും അതുപോലെ എക്സോസ്റ്റും പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ റെഫറൻസുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറ്റൽ കളറല്ല, പകരം ഇതിൽ യെല്ലോ അതുപോലെ തന്നെ ബ്ലൂ ഇതുപോലുള്ള കളറുകളുടെ ഒരു ഷെയ്ഡ്സ് കാണാൻ സാധിക്കും. ഞാനിവിടെ കാണിക്കുന്ന പിക്ചർ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെയാണ്. ഇതുപോലുള്ള ജോയിൻസിൽ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതുപോലുള്ള ഏരിയാസിൽ ഡേർട്ടും ഗ്രീസും ഓയിലും ഒക്കെ പിടിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതുപോലുള്ള ജോയിൻസ് പ്രോപ്പറായി മാസ്കിങ് ചെയ്ത് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കിറ്റിൻ്റെ കൂടെ കിട്ടിയ എൻജിൻ നോസിലാണിത്. ഇതിൽ വളരെ മിനിമൽ ഡീറ്റെയിലിംഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കുറച്ചും കൂടി ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എന്തായാലും ഞാനെൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഫൈനലി ആ ബ്ലൂ ആൻഡ് യെല്ലോ ഷെയ്ഡ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ട ആ ഒരു ഡിസൈഡ് മെറ്റാലിക് കളറിലേക്ക് പതിയെ മാറുന്നുണ്ട്.
ഇൻട്രോയിൽ കാണിച്ച പാനൽ ലൈനേഴ്സിൻ്റെ ആപ്ലിക്കേഷനാണിത്. ഇങ്ങനെയുള്ള പാനൽ ലൈൻസും വെഡ്ജസും നോച്ചുകളും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ പാനൽ ലൈനേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാനൽ ലൈനേഴ്സ് ഒന്നെങ്കിൽ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ബ്ലാക്ക് ഓയിൽ പെയിൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഓയിൽ പെയിൻറ്റ്സ് ഹെവിലി തിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള ലൈനേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എക്സസ് ആയി വന്നിരിക്കുന്ന പെയിൻറ്റ് 1 മിനിറ്റിന് ശേഷം ഒരു ഡാമ്പ് പേപ്പറോ അല്ലെങ്കിൽ കോട്ടണോ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അത് പൊക്കോളും. ഇവിടെ ഞാൻ ബ്ലാക്ക് ഓയിൽ പെയിൻറ്റ് തിൻ ചെയ്തതാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ ഞാൻ പാനൽ ലൈൻ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പോഴത്തെ ടോപ്പ് ബോഡിയിലെ പെയിൻറ്റിങ് എന്ന് പറയുന്നത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. നമുക്ക് ഈ ഫ്രഷ് ലുക്ക് മാറ്റി ഒരു ടാൻഡ് ലുക്കിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഞാൻ ഈ പാനൽ ലൈൻസിൽ പെയിൻറ്റ് വളരെ വൈഡറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ഒരു ഷൈനി അല്ലെങ്കിൽ ഒരു ഫ്രഷ് ലുക്ക് മാറി ഒരു ടാൻഡ് ലുക്ക് വരും. അതായത് ഒരു ഏജ്ഡ് ലുക്ക് വരും. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ എക്സ്റ്റേണൽ ബോഡിയുടെ പെയിൻറ്റ് വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഹൗസിംഗ് ഡോറുകളുടെയും വർക്ക് തുടങ്ങാം. ഇത് ഫ്രണ്ട് ഗിയർ ആണ്. ഈ പാർട്സ് എല്ലാം നമുക്കൊന്ന് വൈറ്റ് പെയിൻറ്റ് കൊടുത്തെടുക്കണം. ഇത് റിയർ ഗിയറിൻ്റെ ഹൗസിങ്ങിൻ്റെ ഡോറാണ്. അതിൻ്റെ അകമെല്ലാം നമ്മൾ വൈറ്റ് അടിച്ചു കൊടുക്കുക. ജനറലി മിക്ക ഫൈറ്റേഴ്സിൻ്റെയും റിയർ ഹബ്ബ് അതുപോലെ തന്നെ ഈ ഹബിൻ്റെ ഡോറ് ഇതെല്ലാം വൈറ്റ് കളറായിരിക്കും അകത്ത്. വീലിൻ്റെ റിമ്മും നമ്മൾ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെറിയ കമ്പിയുടെ പീസ് കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇതുള്ളത് കാരണം റിയർ ഗിയേഴ്സ് നല്ല സ്ട്രോങ് ആയിരുന്നോളും. സാധാരണ കേസിൽ മറ്റ് കിറ്റുകളുടെ കൂടെ ഇത് കിട്ടാറില്ല. അങ്ങനത്തെ പല സാഹചര്യങ്ങളിലും പൊട്ടിപ്പോയ അവസ്ഥ എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് വളരെ ഫ്രജൈലുമാണ്. മാത്രമല്ല നമ്മുടെ ബിൽഡിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പ്ലാസ്റ്റിക് മോഡൽസിൽ എല്ലാത്തിലും ഈ പ്രശ്നമില്ല. ചില പ്ലാസ്റ്റിക് മോഡൽസിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറയുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനത്തെ കേസിലൊക്കെ ഇതൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു. പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ ഒരു ചെറിയ കമ്പിയുടെ പീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാരണം അങ്ങനൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതാണ് എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്ക്സ്. F-15Cക്ക് 3 എണ്ണം വരുന്നുണ്ട്. അതിലൊരെണ്ണം ഓപ്ഷണലാണ്. 2 എണ്ണം വിങ്സിലും 1 എണ്ണം ഫ്യൂസ്ലാജിൻ്റെ ബോട്ടം സെൻറ്ററിലും ആയിരിക്കും. ഓപ്ഷണലായിട്ട് വരുന്നതാണ് ബോട്ടം സെൻറ്ററിലുള്ളത്. അത് മിക്ക കേസിലും ഫ്യൂൽ ടാങ്കിന് പകരം അവിടെ ഒരു പേലോഡ് മൗണ്ട് ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷേ നമ്മൾ ഈ ബിൽഡിൽ 3 ഫ്യൂൽ ടാങ്ക്സിൻ്റെ കോൺഫിഗറേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇവിടെയും നേരത്തെ ചെയ്ത പോലുള്ള പെയിൻറ്റിങ് ടെക്നിക്കാണ്. പക്ഷേ ഇവിടെ സ്റ്റെപ്സ് 1ഉം 2ഉം ഫോളോ ചെയ്യുന്നില്ല. കാരണം ഫ്യൂൽ ടാങ്ക് ആയതുകൊണ്ട് അവിടെ പാനൽ ലൈൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ മാർബിളിങ് ചെയ്തിട്ട് പെയിൻറ്റ് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ വിങ്സിൽ വരുന്ന പേലോഡ് മൗണ്ടുകളാണ്. ഇതൊന്ന് അസംബിൾ ചെയ്ത് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് F-15Cയിലുള്ള എയർ ടു എയർ മിസൈൽസ്. ഇത് ലോങ് റേഞ്ച്, ഷോർട്ട് റേഞ്ച്, അതുപോലെ ക്ലോസ് കോമ്പാറ്റിന് ഉപയോഗിക്കുന്ന മിസൈൽസും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വൈറ്റ് പെയിൻറ്റ് കൊടുത്തെടുക്കാം. ജനറലി മിക്ക മിസൈൽസും പെയിൻറ്റിങ് വരുന്നത് വൈറ്റിൽ തന്നെയായിരിക്കും. അതിൽ ബ്ലാക്കിൻ്റെ കുറച്ച് റിങ്സും ഉണ്ടായിരിക്കും. അത് നമുക്ക് ചെയ്തെടുക്കാം.
ഇത് റിങ്സിന് വേണ്ടിയിട്ടുള്ള മാസ്കിംഗ് പ്രോസസ്സാണ്. ഇത് കുറച്ച് ടൈം എടുത്തു, കാരണം ടൈനി പീസസും ആണ്, അതുപോലെ കുറേ നമ്പേഴ്സും ഉണ്ട്. അങ്ങനെ എല്ലാം മാസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബ്ലാക്ക് കളർ വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം കഴിഞ്ഞ ക്ലിപ്പിലെ എൻ്റെ വോയിസ് ഓവറിനേക്കാളും ഏകദേശം 1 കൊല്ലത്തിന് ശേഷം റെക്കോർഡ് ചെയ്യുന്നതാണ്. അതായത് ഈ വീഡിയോ, ഈ മേക്കിംഗ് വീഡിയോ ഏകദേശം 1 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അന്ന് തന്നെ എഡിറ്റിങ്ങും ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം നമുക്ക് എഡിറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ടെക്നിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ അറിയാണ്ട് ചായ മറിച്ചിട്ടു. നല്ല ചൂട് ചായ ഗൈസ്. ആ ചൂട് ചായ വീണ് എൻ്റെ ലാപ്ടോപ്പിലെ വയറിങ് എല്ലാം പോയി. അത് വീണത് കറക്റ്റ് കീബോർഡിൻ്റെ മണ്ടയ്ക്ക്. പിന്നെ പറയണ്ടല്ലോ, ആ ഹോൾസിലൂടെ ചായ ഇറങ്ങി എൻ്റെ ലാപ്ടോപ്പ് പോയി. അതിനുശേഷം ഞാൻ വേറൊരു മാക്ബുക്ക് വാങ്ങി. അതിലാണ് ഇപ്പോൾ ബാക്കി പരിപാടികൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തിരികെ നമ്മുടെ മേക്കിങ്ങിലേക്ക് വരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഈ മിസൈൽസിൻ്റെ അസംബ്ലിയാണ്. അപ്പോൾ അതിൻ്റെ ക്ലാംസ് കാര്യങ്ങളാണ് ഞാൻ ഈ ചെറിയ മൈന്യൂട്ട് ടൂൾ വെച്ചിട്ട് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ക്ലാംസൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ച് തിക്കായിട്ടുള്ള സിമെൻറ്റാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾസ് കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് തിന്നായിട്ടുള്ള സിമെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ അങ്ങ് ഒലിച്ചു പോകും. മാത്രമല്ല തിന്നായതുകൊണ്ട് പെട്ടെന്ന് എയറുമായിട്ട് കോണ്ടാക്റ്റായി അത് ഉണങ്ങിയും പോകും. തിക്കാണെങ്കിൽ നമുക്ക് കുറച്ച് സമയമുണ്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അത് കാരണമാണ് ഈ തിക്കായിട്ടുള്ള സിമെൻറ്റ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ 4 ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ ഗിയേഴ്സിൻ്റെ ഫിക്സ് ഒന്ന് നോക്കാം. കാരണം ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആ ഒരു ഹോള് ഇതിന് പറ്റിയതല്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു ഹാൻഡ് ഡ്രിൽ ഉപയോഗിച്ച് ആ ഹോളൊന്ന് വലുതാക്കി അങ്ങോട്ടേക്ക് ഒന്നുകൂടെ ഒന്ന് ഫിറ്റ് നോക്കിയിട്ട് അത് സിമെൻറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് ഫ്രണ്ടിലെ ഗിയറാണ്. അതും ഈ പറഞ്ഞ പോലെ തിക്കായിട്ടുള്ള സിമെൻറ്റ് ഉപയോഗിച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കും. നമ്മൾ ആ ഫ്യൂൽ ടാങ്ക്സ് എല്ലാം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിംഗ് ആണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഈ 1 കൊല്ലത്തിനിടയിൽ ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് US ഇറാൻ ഇസ്രായേൽ വാർ. അവിടെ US F-15C ഉപയോഗിച്ച് ഇറാനെ ആക്രമിച്ചു എന്നുള്ള പല റിപ്പോർട്ടുകളും ഉണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഈ F-15Cയുടെ പ്രൊഡക്ഷൻ, ഫസ്റ്റ് പ്രൊഡക്ഷൻ മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഒരിക്കൽ പോലും ഒരു കോമ്പാറ്റിലും F-15Cയെ തകർത്ത് നിലത്ത് ഇട്ടിട്ടില്ല. പക്ഷേ വാർത്തകളനുസരിച്ച് ഇറാൻ F-15C, അതായത് US ആർമിയുടെ F-15Cയെ തകർത്ത് ഇട്ടിട്ടുണ്ടെന്നാണ് വാർത്തകൾ. ഇപ്പോൾ ഈ ജക്ഷൻ സീറ്റിൻ്റെ പെയിൻറ്റിംഗ് ആണ് നടക്കുന്നത്. ഞാനതൊന്ന് ഹാൻഡി ആയിട്ട് പിടിക്കാൻ ഒരു പെന്നിൻ്റെ ബോഡിയിൽ ജസ്റ്റ് ഒരു ഗ്ലൂ വെച്ചിട്ട് അവത്തേലേക്കാണ് ഈ സീറ്റ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഹാൻഡി ആയിട്ട് ഈ ഒരു ചെറിയ പീസൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ പൈലറ്റ്. ഞാനിതൊന്ന് പ്രൈമർ അടിച്ചെടുത്തായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഈ ക്യാമഫ്ലാഷിലൊക്കെ വരുന്ന കൂട്ടൊരു ഗ്രീനാണ്, ഒരു ഒലിവ് ഗ്രീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഗ്രീന് ഞാൻ നന്നായിട്ട് തിൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തിൻ ചെയ്ത കാരണം ആ പ്രൈമർ ഉൾപ്പെടെ ഷാർപ്പ് എഡ്ജസിൽ ഇളകുന്നുണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണും.
നിങ്ങൾക്ക് പല എഡ്ജസും ഡാർക്കായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമ്മൾ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാനോപ്പി വരുന്നത്. കാനോപ്പി ഗ്ലൂ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം, കാരണം സ്പ്രെഡ് ആയിക്കഴിഞ്ഞാൽ അത് വൃത്തികേടായിട്ട് ആ കാനോപ്പിയിൽ പറ്റിയിരിക്കും. അത് ഫിനിഷിങ്ങിനെ ഒത്തിരി ബാധിക്കും. അത് കാരണം വളരെ സൂക്ഷിച്ച് വേണം കാനോപ്പി പോലുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ. നമ്മൾ നേരത്തെ സ്റ്റെബിലൈസേഴ്സ് ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വെർട്ടിക്കൽ സ്റ്റെബിലൈസേഴ്സ് ഏകദേശം അവസാന സ്റ്റേജിലേക്കായിട്ട് മാറ്റി വയ്ക്കുന്നു. കാരണം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വളരെ ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ സ്റ്റെബിലൈസേഴ്സ് ഏറ്റവും അവസാനം നമ്മൾ ഫിക്സ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ പൊങ്ങിയിരിക്കുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഈ ഒരു എയർക്രാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും തിരിക്കാനും ഒക്കെ പറ്റില്ല. ഇതാവുമ്പോൾ ഒരു കുഴപ്പമില്ല, അവസാനം അങ്ങ് വെച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഡീക്കാൽസ്. അപ്പോൾ നമുക്കിതൊക്കെ ടെയിൽ എൻഡിലും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫൈനൽ സെറ്റ്സ് ഓഫ് ഡീക്കാൽസും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒരു ക്ലിയർ വാർണിഷും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും മെനി താങ്ക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റ് സ്കെയിൽ മോഡൽ കിറ്റ്സിൻ്റെ ബിൽഡിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ.